ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് ട്രാൻസിസ്റ്ററിനകത്തുള്ള ഒന്ന് രണ്ട് കോൺഫിഗറേഷൻസ് നമുക്ക് പഠിക്കാം. പ്രധാനമായിട്ടും ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് ബയാസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് പലതരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരു ട്രാൻസിസ്റ്ററിനകത്ത് 3 ലെഡ്സ് ഉണ്ട്, 3 ടെർമിനൽസ് ഉണ്ട്. സോ ദേ ആർ എമിറ്റർ, ബേസ്, കളക്ടർ. പക്ഷേ നമ്മളൊരു ട്രാൻസിസ്റ്റർ ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, അപ്പോൾ അതിനകത്തേക്ക് ട്രാൻസിസ്റ്റർ പ്രധാനമായിട്ടും എന്തെങ്കിലും ഒരു ഡിവൈസ് ഓപ്പറേഷൻ വേണ്ടിയിട്ടാണ്. സോ യു നീഡ് ടു ഹാവ് 4 ടെർമിനൽസ്, 2 ഇൻപുട്ടിനും 2 ഔട്ട്പുട്ടിനും. സോ അത് എങ്ങനെയാണ് അത് ഓവർകം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഓരോ ടെർമിനൽസിൽ ഓരോന്നും വീതം നമ്മളതിനെ ഇൻപുട്ടായിട്ടോ അല്ലെങ്കിൽ അതിനെ ഔട്ട്പുട്ടായിട്ടോ ഒന്ന് കണക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. സോ നമുക്ക് ഓരോ ടെർമിനൽസ് ഉണ്ട്, എമിറ്റർ, ബേസ്, കളക്ടർ. സോ ട്രാൻസിസ്റ്ററിൽ നമുക്ക് കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ emitter configuration and common collector configuration. ഇങ്ങനെ 3 കോൺഫിഗറേഷനിലാക്കി കണക്ട് ചെയ്യാം. സോ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേസിനെ, കോമൺ ബേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ബേസിനെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് വെച്ചു. കോമൺ എമിറ്റർ എന്ന് പറഞ്ഞാൽ എമിറ്റർ എന്നുള്ള ടെർമിനലിനെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കി വെച്ചു. കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കിയിട്ട് കളക്ടറിനെ വെച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ടെർമിനൽസായിട്ട് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. സോ വി നീഡ് ടു ലേൺ അബൌട്ട് കോമൺ ബേസ് കോൺഫിഗറേഷൻ ആൻഡ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആൻഡ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഫിഗർ ഒന്ന് എല്ലാവരും കാണാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ട്രാൻസിസ്റ്റർ, ദിസ് ഈസ് എ PNP ട്രാൻസിസ്റ്റർ ആൻഡ് ദിസ് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ. ഇവിടെ ഇങ്ങനെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ആരോ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഹിയർ ആൾസോ ആൻ ആരോ ഈസ് ഗിവൺ ആൻഡ് ദിസ് റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇവിടെ വളരെ ചെറിയ ഒരു ആരോ ഉണ്ട്. സോ ഇതിൻ്റെ മീനിങ് ഇതാണ്, പ്രധാനമായിട്ടും കറണ്ട് ഫ്ലോ ഉണ്ടാവുന്ന ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അതായത് ഇവിടെ ലെഫ്റ്റിൽ എമിറ്ററും റൈറ്റ് സൈഡിൽ കളക്ടറുമാണ്. സോ ദർ ഇസ് എ കറണ്ട് ഫ്ലോ ഫ്രം എമിറ്റർ ടു കളക്ടർ, ബട്ട് എ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ഈസ് ഗോൺ ഔട്ട്. അത് ഈ ബേസിൽ കൂടെ ഫ്ലോ ചെയ്യും. സോ നമുക്ക് 3 കറണ്ട് കൊടുത്തിട്ടുണ്ട്, IE, IC ആൻഡ് IB. ഇതൊരു PNP ട്രാൻസിസ്റ്ററിൻ്റെ കേസാണ്. NPN ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ഇതുപോലെ ആയിരിക്കും വരിക. സോ ദർ ഇസ് എൻ IE, an IC and an IB. So NPN. Okay, so IE, IB, IC. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഓരോന്നിൻ്റെയും വരുന്നത്? ഓക്കെ, സോ ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പൽ വരുന്നത്. നോക്കൂ, ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ആൻഡ് സർക്കിളിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊരു സബ്സ്ട്രേറ്റ് പോലെ. നൗ ഈ ആരോ കാണുന്ന ഭാഗമായിരിക്കും എമിറ്റർ, ഇത് കളക്ടർ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ ടെർമിനലാണ് ബേസ്, ആൻഡ് ദിസ് ഈസ് ഫോർ എ PNP ട്രാൻസിസ്റ്റർ. ഈ ആരോ ഇൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് റെപ്രസെൻ്റ് എ PNP ട്രാൻസിസ്റ്റർ. ഓക്കെ, നൗ ഫോർ an NPN ട്രാൻസിസ്റ്റർ ദിസ് ഈസ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അപ്പോൾ ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നോക്കി നോക്കാം. സോ ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ഈ ആരോ ഔട്ട്സൈഡ് ആയിരിക്കും. വ്യത്യാസം മനസ്സിലാക്കുക, ആരോ ഇൻ ആണെങ്കിൽ PNP, ആരോ ഔട്ട് ആണെങ്കിൽ NPN. ഓക്കെ, സോ ദിസ് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ. ഓക്കെ, കണ്ടോ? സോ ദിസ് ഈസ് ഫോർ NPN ആൻഡ് ദിസ് ഈസ് ഫോർ PNP. ഓക്കെ, അപ്പോൾ ഇവിടെ കണക്ഷൻ നമുക്ക് നോക്കി നോക്കാം. സോ ഹിയർ യു ആർ ഗിവൺ ദ കോമൺ ബേസ് കോൺഫിഗറേഷൻ. സോ ഇവിടെ നമ്മൾ ഈ എമിറ്ററിനും ബേസിനും ഇടയ്ക്ക്
ഈ ഇടയിലാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ യു ആർ ഗിവിങ് ദ ഇൻപുട്ട് ബിറ്റ്വീൻ ദീസ് ടു ടെർമിനൽസ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ്. ഓക്കെ, സോ ഇവിടെ ബേസ് എന്നുള്ള സാധനം ഉണ്ടോ, ഈ ബേസ് എന്നുള്ളത് ഈ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഇഫ് യു ആർ ഗിവിങ് ഇൻപുട്ട് ഹിയർ ആൻഡ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ഹിയർ. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കാം ആൻഡ് ഔട്ട്പുട്ട് ക്യാൻ ബി ടേക്കൺ ത്രൂ ഹിയർ. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ base terminal is common to both input and output. So the name is common base configuration. Okay, അത് തന്നെയാണ് NPN ട്രാൻസിസ്റ്ററിൻ്റെ കേസിലും. സോ ഇതാണ് അതിൻ്റെ ഒരു കോൺഫിഗറേഷനും അതിൻ്റെ കണക്ഷൻസും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ചധികം ടേംസ് പഠിക്കാനുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഓരോരോ ടേംസ് ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ദ ടേംസ് ആർ, ദ ഫസ്റ്റ് വൺ ഈസ് current amplification factor. Current amplification factor. അതിനെ ആൽഫ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ കറൻറ്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ, ഇപ്പോൾ എന്താണെന്ന് നോക്കി നോക്കാം. So alpha is equal to delta IC by delta IE at constant VCP. അതായത് it is the ratio of change in collector current to the change in emitter current at constant collector base voltage. That is known as the current amplification factor alpha. ഈ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇത് കോമൺ എമിറ്ററിൻ്റെ കോമൺ ബേസിൻ്റെ കേസിലാണ് ആൽഫ. ഓക്കെ, സോ അത് നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കി നോക്കാം. എപ്പോഴും നമുക്കറിയാവുന്ന ഒരു കേസാണ് കളക്ടർ കറൻറ്റും എമിറ്റർ കറൻറ്റും നോക്കിക്കഴിഞ്ഞാൽ കളക്ടർ കറൻറ്റ് കുറവും എമിറ്റർ കറൻറ്റ് കൂടുതലും ആയിരിക്കും. കാരണം എമിറ്റർ കറൻറ്റിൻ്റെ ഒരു പാർട്ട് ബേസ് കറണ്ടായിട്ടും കളക്ടർ കറണ്ടായിട്ടും പോകുന്നുണ്ട്. സോ ദ കറൻറ്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ ഈസ് ആൾവേസ് ലെസ് ദാൻ യൂണിറ്റി. ഓക്കെ, സോ a typical value, practical values range from 0.9 to 0.99. Okay, so that is a current amplification factor alpha. ഇനി ഇതിനകത്തുനിന്ന് മറ്റൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. that is the expression for collector current. Okay, hold on a second, I'll just move it a bit. Okay, collector current. Okay, നമുക്ക് കളക്ടർ കറൻറ്റിന് ഒരു എക്സ്പ്രഷൻ വേണം. സോ നമ്മുടെ ഈ സർക്യൂട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഹിയർ you are seeing that the whole emitter current does not reach the, ഇവിടെ കൊടുക്കുന്ന ഈ എമിറ്റർ കറണ്ട് കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ ഈ കളക്ടറിലേക്ക് എത്തുന്നില്ല. കാരണം ഇതിനകത്തേക്ക് ചെറിയൊരു പെർസെൻറ്റേജ്, എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്, അത് കാരണം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ. ബിക്കോസ് ഓഫ് ദാറ്റ് അത് ഒരു ബേസ് കറണ്ട് ആയിട്ട് വരുന്നുണ്ട്. സോ it gives rise to a base current B. Okay, so മറ്റൊരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കളക്ടർ ബേസ് ജംഗ്ഷൻ എന്നുള്ളത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ there is a chance that some leakage current flows due to minority charge carriers. Minority charge carriers എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെജോറിറ്റി കാരിയേഴ്സ് എല്ലാം ഹോൾസ് ആയിരിക്കും. എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി കാരിയേഴ്സ് എല്ലാം ഇലക്ട്രോൺസ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ദെയർ ഇസ് എ ചാൻസ് ദാറ്റ് സം
electrons are present in the p type and some holes are present in the n type. അത് ഇതിൽ കൂടെ ഒരു കറണ്ട് ആയിട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ the total collector current, okay, that means the total collector current consists of the part of emitter current which reaches the collector terminal. അതിനെ ആൽഫ ഐ ഇ എന്ന് ഞാൻ പറയും. അവിടെ ഞാൻ കാണിച്ചാൽ എന്തുകൊണ്ടാണ് ആൽഫ ഐ എന്ന്. കാരണം നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ഇ എന്ന് എഴുതാം അല്ലേ. സോ that means IC is equal to alpha I ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൽഫ ഐ ഇ എന്ന് എഴുതാം. ഓക്കെ, സോ ഇതാണ് ആൽഫ. ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് എമിറ്റർ കറണ്ട് വിച്ച് റീച്ചസ് ദ ഔട്ട്പുട്ട് കളക്ടർ ടെർമിനൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടെർമിനൽ. അതിനെ ആൽഫ ഐ ഇ എന്ന് പറയുന്നു. ആൻഡ് ദർ ഇസ് എ ലീക്കേജ് കറണ്ട്. Okay, so ഒരു ലീക്കേജ് കറണ്ട് ഉണ്ട്. This leakage current is due to the movement of minority carriers across the base collector junction. Okay, അതിൻ്റെ വാല്യൂ എന്നുള്ളത് this is much smaller than alpha I. So the total collector current IC is equal to alpha IE plus I leakage. Okay, so that is if IE is equal to 0, ഈ IE 0 ആയി കഴിഞ്ഞാലും ഈ കളക്ടറിൽ കൂടെ ഒരു ചെറിയ ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യാം. കാരണം എന്താണ്, ഇത് നോക്കി നോക്കൂ, ഇവിടെ മൈനോറിറ്റി ഈ പറയുന്ന ചാർജ് കാരിയേഴ്സ് ഇവിടെ ഉണ്ട്. അത് കാരണം സോ ദർ വിൽ ബി എ ലീക്കേജ് കറണ്ട് ഈവൻ ഇഫ് IE ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് ഈ ലീക്കേജ് കറണ്ടിനെ, ഓക്കെ, ഈ ഐ ലീക്കേജ് എന്ന് പറയുന്ന ഈ കറൻറ്റിനെ നമ്മൾ അബ്രീവിയേറ്റ് ചെയ്ത് പറയുന്നത് ICBO എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ കളക്ടർ ബേസ് കറൻറ്റ് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ. കളക്ടർ ബേസ് കറൻറ്റ് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ. സോ ദാറ്റ് മീൻസ് IC is equal to alpha IE plus ICBO. Okay, but we know that IE is equal to IC plus IB. So ഈ ഇക്വേഷൻ നേരെ അവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That means IC is equal to alpha into IC plus IB plus ICBO. Okay, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ആൽഫ ഐ സി, ഇവിടെ ഒരു ഐ സി ഉണ്ട്, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ ആൽഫ ഐ സി നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഐ സി ഇൻറ്റു 1 മൈനസ് ആൽഫ എന്നായിട്ട് മാറും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആൽഫ ഐ ബി പ്ലസ് ഐ സി ബി ഒ. ഓക്കെ, ഈ 1 മൈനസ് ആൽഫ കൊണ്ട് മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഐ സി ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു IB plus ICBO. Okay, so this is an expression which can be used to find the, so I'll just highlight it. Okay, so this is the expression which can be used to find the collector current IC. Okay, so ഈ കളക്ടർ കറണ്ടിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇതിനകത്ത് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ്
So like I know that I have given that alpha range വരുന്നത് 0.9 to 0.99 വരെയാണെന്ന് തോന്നുന്നു അല്ലേ. സോ ആൽഫ ബൈ 1 മൈനസ് ആൽഫ, ആൽഫയുടെ വാല്യൂ 0.9 to 0.9 1 മൈനസ് ആൽഫ എന്നത് വളരെ ചെറിയ വാല്യൂ. സോ ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്നത് എന്തായി pretty high value ആയി മാറും. ഓക്കെ, സോ that's a pretty high value alpha by 1 minus alpha times b IB. ഓക്കെ, വളരെ കുറഞ്ഞൊരു IB ബേസ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു വളരെ ഹൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്കിവിടെ IC വരിക പ്ലസ് ICBO. ഈ ICBOയുടെ വാല്യൂ കുറച്ച് ചെറുതാണ്. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്കിതിൻ്റെ കളക്ടർ കറണ്ട് കിട്ടുന്നത്. അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ ഇതിൻ്റെ ഏതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കളക്ടർ കറണ്ട്, അതിൻ്റെ എല്ലാ എക്സ്പ്രഷൻസ്. നൗ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൂവ് ഇറ്റ് ഹിയർ എ ബിറ്റ്. Okay, so let's have an input. Let's have a look at the input characteristics. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ ബിഹേവിയർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ പല കറൻസും വോൾട്ടേജസും തമ്മിലുള്ള റിലേഷൻ പഠിച്ചാലേ പറ്റുള്ളൂ. സപ്പോസ് ഐ ആം പ്ലോട്ടിങ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കൂ. VBE and IE at constant VCB. അതായത് VCB ഞാനവിടെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വെച്ചു. ഓക്കെ, സോ VCB എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ടർ ബേസ് വോൾട്ടേജ്. അത് ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. എന്നിട്ട് VBE ആൻഡ് IE ഇത് രണ്ടും ഞാനവിടെ പ്ലോട്ട് ചെയ്തു. ഓക്കെ, സോ the curve between the curve between emitter current IE and base emitter voltage VBE at constant VCB, that is known as the input characteristic curve. ഓക്കെ, സോ അത് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഈ കാണുന്നത് പോലെ അങ്ങനെ ഇരിക്കും. ഏകദേശം ഒരു ഫോർവേഡ് ബയാസ് ഡയോഡിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് ഇത് കാണുന്നത് കേട്ടോ. സോ VCB ഇങ്ങനെ വരും. അപ്പോൾ ഒരു പർട്ടിക്കുലർ VCBക്ക് കിട്ടുന്നത് ഇതുപോലെ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ VCBയുടെ കർവാണ് ഇത്. ആൻഡ് അനദർ VCB വാല്യൂ മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു കർവ് കിട്ടും. വേറൊരു VCB കൊടുത്തു കഴിഞ്ഞാൽ വേറെ കർവ്. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഓരോ VCB വാല്യൂ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ കർവുകൾ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാവും. സോ വാട്ട് ആർ വി ഗെറ്റിംഗ് ഫ്രം ദ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്? സോ കിട്ടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് എമിറ്റർ കറൻറ്റ് IE ഇൻക്രീസസ് റാപ്പിഡ്ലി. ഓക്കെ, നോക്കി നോക്കൂ. ഈ ഒരു പോയിന്റ് ഇവിടെ കണ്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു മിനിമം പോയിന്റ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ IE അഥവാ ഈ എമിറ്റർ കറണ്ട് ദാറ്റ് ഇൻക്രീസസ് റാപ്പിഡ്ലി വിത്ത് എ വെരി സ്മോൾ ചേഞ്ച് ഇൻ VB. ശരിയല്ലേ? ദാറ്റ് മീൻസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് small. Okay, now ഇവിടെ ഒരു കാര്യം നോക്കി നോക്കാം. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ VCB വാല്യൂ നോക്കി നോക്കാം. ഈ IE ചേഞ്ച് ചെയ്യുന്നത് നോക്കി നോക്കൂ. വാട്ട് വി ക്യാൻ സീ ഈസ് ദാറ്റ് ഈ IE ചേഞ്ച് എന്ന് പറയുന്നത് ഈ VCB ആയിട്ട് അത്രയും ഹൈലി ഡിപ്പെൻഡൻ്റ് അല്ല. കാരണം വളരെ ചെറിയ വേരിയേഷൻസ് മാത്രമേ, ആൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ വാട്ട് വി ക്യാൻ സേ ഈസ് ദാറ്റ് ദ എമിറ്റർ കറൻറ്റ്
is almost independent of, is almost independent of collector voltage. Okay. Now, from here we can get an expression for input resistance Ri. This is equal to delta VBE by delta IE at constant VCB. Okay, this is the expression for input resistance in the case of a common base connection. Now, this is input characteristics. Now, let's have a look at the output characteristics. So, എന്താണ് ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഒന്ന് നോക്കി നോക്കാം. സോ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. It is a curve between maybe I'll just show you what is it. It is the left. Oh shit. ഇവിടെ x ആക്സിസിൽ VCB, y ആക്സിസിൽ IC. VCB versus IC at constant IE. So you can say that എന്താണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is the curve between IC and VCB at constant IE. Okay, so collector current നമ്മൾ എടുത്തിരിക്കുന്നത് y ആക്സിസിലും VCB അഥവാ collector base voltage നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ x ആക്സിസിലാണ്. Now there are certain points you need to check out. So പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ collector current IC. So collector current IC varies with VCB only at very low voltages. So collector current IC varies with VCB only at very low voltages. നോക്കി നോക്കാം എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന്. സോ ഈ കളക്ടർ കറണ്ട് ഇതാണ് അല്ലേ, ഇതാണ് VCB. നോക്കി നോക്കൂ, ഇതല്ലേ വാരിയേഷൻ വരുന്നത്. അതായത് ഏകദേശം ഒരു വളരെ കുറഞ്ഞ വാല്യൂ ആവുമ്പോൾ അവിടെ ഇതിങ്ങനെ അനുസരിച്ച് വാരി ചെയ്യും. ബാക്കി അങ്ങോട്ട് എന്താണ്, ഇതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. കേട്ടോ, ഇവിടെയൊക്കെ അങ്ങനെ കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഈ വാരിയേഷൻ ഉള്ളത് വളരെ കുറഞ്ഞ ഒരു വോൾട്ടേജിൽ മാത്രമാണ്. കുറഞ്ഞ വോൾട്ടേജ് പറഞ്ഞാൽ ഏകദേശം വളരെ കുറഞ്ഞ വാല്യൂ ആണ്. ആ വാല്യൂവിൽ മാത്രം ഇതിങ്ങനെ വാരിയേഷൻ ഉണ്ടാവും. ബാക്കി സമയത്തെല്ലാം അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോകും. ആൻഡ് ദിസ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് വിച്ച് ഇസ് വെരി ലെസ് ദാൻ 1 വോൾട്ട്. ഈ റീജിയനാണ് സാച്ചുറേഷൻ റീജിയൻ. അതേപോലെ തന്നെ മറ്റൊരു റീജിയൻ ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് കട്ട് ഓഫ്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം so the collector current IC varies with VCB only at very low voltages. രണ്ടാമത്തെ, when VCB is greater than almost 1 volt അല്ലെങ്കിൽ 1 to 2 volt. 1 volt എന്ന് പറയുന്നില്ല, 1 to 2 volt. ഓക്കെ, സോ 1 to 2 volt IC is constant. That is, at this point IC is independent of VCB. That is, at this point or at this region IC is
independent of VCB. ഓക്കെ. മറ്റൊരു കാര്യം, എ വെരി ലാർജ്, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി നോക്കാം, ഒന്നുകൂടി കർവ് നോക്കാം. സോ ഈ കർവിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണു, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോകും. ശരിക്കും അത്ര കോൺസ്റ്റൻ്റ് അല്ല, കാരണം ഇതിങ്ങനെ വളരെ ഒരു മൈന്യൂട്ടായിട്ടൊരു ചേഞ്ച് ഉണ്ട്. സോ ഒരു ലാർജ് വേരിയേഷൻ, അതായത് ഇവിടെ ഇപ്പോൾ 0 വോൾട്ട് ഏകദേശം 1 വോൾട്ട് നിന്ന് 40 വോൾട്ട് ആയാലാണ് ഇവിടെ വളരെ ചെറിയ ഒരു മില്ലി ആംപിയറിൽ വളരെ ചെറിയ വാല്യൂയിലുള്ളൊരു ചേഞ്ച് കാണുകയുള്ളൂ. സോ എ വെരി ലാർജ് ചേഞ്ച് ഇൻ collector base voltage produces a very small change in collector current. That means output resistance is high. Okay, output resistance is high. So output resistance ne namukku expression ezhudam, RO is equal to delta VCB by delta IC at constant IE. So this is almost of the order of kilo ohms. Okay, അതിവിടെ ഇപ്പോൾ അത് ഇവിടെ തന്നെ ഒറ്റയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഉള്ള ഒരു വളരെ ചെറിയ ചേഞ്ചാണ് ഇവിടെ ഇത്രയും വളരെ ഹൈ വോൾട്ടേജ് ആകുമ്പോഴാണ് ഇവിടെ വളരെ ചെറിയ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ദോസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. സോ ഈ കോമൺ ബേസ് കോൺഫിഗറേഷൻ വളരെയധികം നമുക്ക് ആവശ്യമുള്ള കോൺഫിഗറേഷൻസിൽ ഒന്നാണ്. പല കേസുകളിലും അത് യൂസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരുപാട് എന്താ പറയുക, ഇതിനകത്ത് അഡ്വാൻറ്റേജസും ഉണ്ട്, ഇതിനകത്ത് പലതരം ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ നമുക്കത് അതിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് അതിനെ പറ്റിയിട്ട്, അതുപോലെ ഓരോ കോൺഫിഗറേഷനും എവിടെയൊക്കെയാണ് എന്തൊക്കെ തരത്തിലാണ് യൂസ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടും ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഒന്ന് ഇനി വരും ക്ലാസ്സുകളിൽ പഠിക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. എന്തെങ്കിലും നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ നിർബന്ധമായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. ഞാനത് നമ്മുടെ ലൈവ് ക്ലാസ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. Okay, thank you.